ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ സ്ഥിതിഗതികൾ വഷളാകുന്നു. തലസ്ഥാനമായ ടെഹ്റാനിലടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭകരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും രംഗത്തെത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രീതി നേടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആക്രമികളെന്നാണ് ഖമേനി പ്രതിഷേധക്കാരെ വിശേഷിപ്പിച്ചത്. ആർക്കും മുന്നിൽ മുട്ടുകുത്തില്ലെന്നും ശക്തമായി നേരിടുമെന്നും പറഞ്ഞു. പ്രതിഷേധക്കാരെ ഇറാൻ കൊല്ലുന്നത് തുടരുകയാണെങ്കിൽ US ഇടപെടുമെന്ന് ട്രംപ് ആവർത്തിച്ചിരുന്നു. അതേസമയം ഇറാന്റെ ഉള്ളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കുള്ളതിനാൽ സോഷ്യൽ മീഡിയയിൽ നിന്നും രാജ്യത്തെ ഉറവിടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങളെയാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആശ്രയിക്കുന്നത്. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതോടെ ഇറാനിയൻ ജനത പുറം ലോകവുമായി ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലുമായിരിക്കുകയാണ്. വിലക്കയറ്റത്തിന്റെയും റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിന്റെയും പശ്ചാത്തലത്തിൽ ഡിസംബർ 28-നാണ് രാജ്യത്ത് പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. വൈകാതെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി മാറി സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ അംഗീകരിക്കുന്നെന്നും സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചുവെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ സമ്മതിക്കുകയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ തുടരുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഖമേനിയുടെ ഭരണം അവസാനിപ്പിച്ച കിരീടാവകാശി റസ പഹ്ലവിയെ രാജ്യത്ത് തിരിച്ചെത്തിക്കണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നു. ഇറാന്റെ അവസാന ഷാ ആയ മുഹമ്മദ് റസ പഹ്ലവിയുടെ മകനായ റസ നിലവിൽ US-ലാണ്. ഖമേനിയുടെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കാൻ ജനം തെരുവിലിറങ്ങണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. രാജ്യത്തെ തകർക്കാനുള്ള വിദേശ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്ന് ഇറാൻ ആരോപിക്കുകയാണ്. അതേസമയം റസയ്ക്കും വിദേശത്തുള്ള മറ്റ് പ്രതിപക്ഷ ഗ്രൂപ്പുകൾക്കും ഇറാനിൽ എത്രത്തോളം പിന്തുണയുണ്ട് എന്നത് തർക്ക വിഷയമാണ്. ജനങ്ങൾ മുൻപത്തേക്കാൾ ധൈര്യശാലികളാണെന്നും പകൽ വെളിച്ചത്തിൽ ഭരണകൂടത്തിനെതിരെ ഉറക്കെ സംസാരിക്കാൻ മടിയില്ല എന്നുമാണ് രാജ്യത്തെ യുവജനങ്ങളുടെ പ്രതികരണം. വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഇറാനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെട്ടിടങ്ങളും വാഹനങ്ങളും ബാങ്കുകളടക്കം സർക്കാർ ഓഫീസുകളും തീയിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. റാഷ്റ്റിലെ ഷെരിയാത്തി സ്ട്രീറ്റിലെ കടകൾ തീവച്ചു. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെക്കുന്നു എന്ന തരത്തിലും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭമടക്കം മുൻപ് ഇറാനിലുണ്ടായ രാഷ്ട്രീയ, സാമ്പത്തിക, മനുഷ്യാവകാശ പ്രതിഷേധങ്ങളുടെ അത്ര തീവ്രത കൈവരിച്ചിട്ടില്ല എന്നാണ് നിഗമനം. ദുബായ്ക്കും ഇറാനും ഇടയിലെ 17 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. മരണം 45 കടന്നിരിക്കുകയാണ്. അറസ്റ്റ് 2270 കടന്നു. അഹങ്കാരത്തോടെ ലോകത്തെ മുഴുവൻ വിധിക്കുന്ന അയാൾ അറിയണം, അഹങ്കാരത്തിന്റെ കൊടുമുടിയിലിരിക്കെ അട്ടിമറിക്കപ്പെട്ട സ്വേച്ഛാധിപതികളെ പോലെ അയാളും പുറത്താക്കപ്പെടുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി. ട്രംപിനെതിരെയാണ് അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ടെഹ്റാൻ ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ പ്രക്ഷോഭം കനത്തതോടെ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. കെർമൻഷാഹിൽ നടന്ന കലാപ സംഭവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ 8 അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം 10 ദിവസത്തിലേറെ തുടരുന്ന ഇറാൻ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി. കെർമൻഷാഹിൽ നടന്ന കലാപ സംഭവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ 8 അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ ഫാസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സ്വകാര്യ വാഹനങ്ങൾ, മെട്രോ, ഫയർ ട്രക്കുകൾ, ബസ്സുകൾ ഉൾപ്പെടെ നിരവധി പൊതുവാഹനങ്ങളും അഗ്നിക്കിരയാക്കിയതായി സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഒട്ടുമിക്ക പ്രവിശ്യകളെയും പ്രക്ഷോഭം ബാധിച്ചിരിക്കുന്ന സാഹചര്യമാണ്. നിരവധി വിദേശ വിമാന കമ്പനികൾ ഇറാനിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നടത്തി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡസൻ കണക്കിന് സർവീസുകളും റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. അതിനിടെ പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർ വിമാനങ്ങൾ അയച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്ക ഉൾപ്പെടെ പുറം ശക്തികളാണെന്നും ഇറാനെ അസ്ഥിരപ്പെടുത്തുകയാണ് ശത്രുക്കളുടെ ലക്ഷ്യമെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കുറ്റപ്പെടുത്തുകയുമുണ്ടായി. പ്രതിഷേധക്കാർ അമേരിക്കൻ ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നും ഖമേനി തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.